അപ്പൊ കൂട്ടുകാരെ നമ്മുടെ സ്പെഷ്യൽ മസാല ചേർത്തുകൊണ്ട് തയ്യാറാക്കി എടുത്തിരിക്കുന്ന നമ്മുടെ പയർ വിഴുക്ക് വരട്ടിയ തോരൻ എന്നൊക്കെ പറയാം. അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പൊ കൂട്ടുകാരെ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളെ വള്ളിപ്പയർ ഉണ്ടല്ലോ, ഈ വള്ളിപ്പയർ കൊണ്ട് നമ്മളിന്ന് ഒരു അടിപൊളി വിഴുക്ക് വരട്ടിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. നല്ല കിടക്കാച്ചി ഒരു മസാല ഒക്കെ ചേർത്തുകൊണ്ടേ ഇത് നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ ചെയ്തു നോക്കുക. അടിപൊളി ടേസ്റ്റ് ആണ്, സൂപ്പർ സാധനമാണ് കേട്ടോ. അതെങ്ങനെ ചെയ്യുന്നത് കണ്ടാലോ. അതിനുമ്പ് എന്നും പറയുന്ന പോലെ കൂട്ടുകാരെ ഒന്ന് ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നേരെ നമുക്ക് കണ്ടാലോ എങ്ങനെയാന്ന്. അപ്പോൾ നമ്മൾ ചട്ടിയൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാവുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഉഴുന്നാണ്. ഇനി നമ്മൾ അടുത്തിടുന്നതെന്ന് പറഞ്ഞാൽ 1 സ്പൂണോളം നമ്മൾ തോരൻ പരിപ്പാണ്, അതും ഇട്ട് കൊടുക്കുക. കുറച്ച് കരിവേപ്പില, 1 സവാള നീളത്തിൽ അരിഞ്ഞത്, ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ പയറാണ്. പയറിട്ട് കൊടുക്കുക. നമ്മൾ പയർ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഈ 1 ഇഞ്ച് നീളത്തിലാണ്. ഈ രീതിയിൽ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ ശ്രമിക്കുക. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ഇളക്കാം. ഇനി നമുക്കൊരു 5 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെച്ച് ആവിയിലൊന്ന് വേവിക്കാം. ഇനി നമുക്ക് ഇതിനകത്തൊരു മസാല തയ്യാറാക്കണം. അതിനൊരു ജാർ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് തേങ്ങ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ് ചേർക്കുന്നത്. അത് കപ്പലണ്ടിയാണ്, നമ്മൾ നിലക്കടല, അതും കൂടി ചേർക്കാം. ഇനി ഞാനതൊരു 4 വറ്റൽമുളക് കൂടെ ചേർക്കുന്നുണ്ട്. ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ഞാൻ അതിനകത്തോട്ട് ചേർക്കുന്നുണ്ട്. നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം. നല്ല അരച്ചെടുക്കേണ്ട, നമുക്ക് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം. അപ്പൊ നമ്മൾ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത് തന്നെ ഈ രീതി തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പൊ ഏകദേശം ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറക്കാം. ഇനി നമ്മുടെ അരപ്പ് നമുക്ക് ഇതിനകത്ത് പറ്റി കൊടുക്കാം. ഇനി എല്ലാം കൂടെ നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ അരപ്പ് ഇനി നമുക്കൊരു 2 മിനിറ്റ് കൂടെ ഒന്ന് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ നിൽക്കാം. ഏകദേശം 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം. ഇനി ഇതിനകത്ത് നമ്മൾ ഇടാൻ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് ആയിട്ട് ചേർക്കുന്ന പറയാം കുറച്ച് ചിക്കൻ മസാലയാണ്. നിങ്ങൾക്ക് ചിക്കൻ മസാല ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തോട്ട് നമ്മൾ ഗരം മസാല ചേർത്താൽ മതി. ഞാൻ ചിക്കൻ മസാല ചേർക്കുന്നേ ഉള്ളൂ. രണ്ടും ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ പയർ തോരൻ ഇത്രയേ ഉള്ളൂ. ഇവിടെ തീർന്നിട്ടുണ്ട്. നല്ല അടിപൊളി പയർ തോരനാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട